ബാലരീന സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ശരിക്കിന്ന് ഒരു മലയാള സിനിമയ്ക്ക് പോകാനാണ് തീരുമാനിച്ചിരുന്നത്. അപ്പോൾ ഇന്നലെ ഞാൻ റോന്ത് മൂവിയുടെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ വന്ന കമൻറ്റിൽ ഒരാൾ നിരഞ്ജൻ കക്ഷി എന്നോട് ഈ സിനിമയുടെ ഒരു റിവ്യൂ ഒന്ന് ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് തീരുമാനം മാറ്റിയിട്ട് ഈ സിനിമയ്ക്ക് പോയതാണ്. കാരണം ഞാൻ ഹോളിവുഡ് മൂവീസ് തിയേറ്ററിൽ പോയി കണ്ടിട്ട് കുറേ കാലമായി. ഇപ്പോൾ മറ്റേ കിങ് കോങ്, അതേപോലെ ജുറാസിക് പാർക്ക്, അങ്ങനത്തെ ടെർമിനേറ്റർ, അങ്ങനത്തെ സിനിമകളൊക്കെ എല്ലാം ഞാൻ മിസ് ചെയ്യാറില്ല, കാണാറുണ്ട്. പക്ഷേ ഈ അടുത്തൊന്നും ഞാൻ ഹോളിവുഡ് മൂവീസ് പോയിട്ട് തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെ കമൻറ്റിൽ ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഈ സിനിമയ്ക്ക് പോയത്. എന്തായാലും ഈ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായത്തിലേക്ക് കടക്കുകയാണ്. ആദ്യം തന്നെ ഇത് ജോൺ വിക്ക് 3, ജോൺ വിക്ക് 4 ഈ ഫ്രാഞ്ചൈസികളുടെ ഇടയിൽ നടക്കുന്ന ഒരു സംഭവമായിട്ടാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ജോൺ വിക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ജോൺ വിക്ക് ഇതിൽ കിനു റീവ്സ് ഇതിൽ ജോൺ വിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഒരു നിർണായക ഘട്ടത്തിൽ മാത്രമാണ് ജോൺ വിക്ക് കഥാപാത്രം ഇതിൽ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ പിന്നെ ഇതിലെ ഹീറോ ആരാന്ന് ചോദിച്ചാൽ ഇതിൽ ഒരു ഹീറോ ഇല്ല, ഒരു നായകൻ ഈ സിനിമയ്ക്ക് ഇല്ല. പിന്നെ ഉള്ളത് ഒരു നായികയാണ്. ഈ നായിക തന്നെയാണ് ഈ സിനിമയുടെ മുഴുവൻ ബലവും. നായിക തന്നെയാണ് ഈ സിനിമയിലെ നായകൻ. അപ്പോൾ ഇതിൽ ഇവ മക്കാരോ എന്നൊരു കഥാപാത്രമാണ് ഈ നായിക. അപ്പോൾ അത് ചെയ്തിരിക്കുന്നത് അനാ ഡി ആമസ് ആണ്. അനാ ഡി ആമസ് ഈ സിനിമയിൽ അങ്ങനെ മിന്നിയിട്ടുണ്ട്. അവരുടെ ആക്ഷൻ എന്ന് പറയുന്നത് ഒന്ന് പെണ്ണൊരുമ്പെട്ടാൽ എന്ന് കേട്ടിട്ടില്ലേ, അത് തന്നെ. തൻ്റെ വേണ്ടപ്പെട്ടവരോട്, അവരെ ഇല്ലാതാക്കിയവരോടുള്ള പ്രതികാരത്തിനായിട്ട് ഇറങ്ങുന്ന കൊച്ചു ബാലികയിൽ നിന്ന് തുടങ്ങി വളർന്ന് വലുതായി അവരുടെ ആക്ഷൻ. അതാണ് ബാലരീന മൂവി. പൊളിച്ച മൂവിയാണ് കേട്ടോ, ഒന്നും പറയാനില്ല. ഈ ലേഡി കഥാപാത്രമൊക്കെ ഇത്രയധികം ആക്ഷനിൽ ഇറങ്ങുമ്പോൾ സത്യം പറഞ്ഞാൽ ഇന്ത്യയിലുള്ള നമ്മുടെ ആക്ടേഴ്സൊക്കെ എന്തായി മാറും? അവരെ ഒന്നും ഇല്ലാത്ത ലെവലിലേക്ക് ആക്കുകയാണ് ഈ ഹോളിവുഡ് മൂവിയിലുള്ള ഹീറോയിൻസ് പോലും. അതാണ് അതിനൊരു തെളിവാണ് ഈ സിനിമ. അമ്മാതിരി ആക്ഷൻ. അപ്പോൾ ഈ സിനിമയിലെ ആക്ഷൻ, അതും ഇവർ കുറേ പേര് ചേർന്നിട്ടുള്ള ആക്ഷനൊന്നും അല്ല കേട്ടോ. ഈ ഒറ്റ സ്ത്രീ തന്നെയാണ് ആക്ഷനിൽ ഇറങ്ങുന്നത്. അതും 19 പേരുള്ള സ്ഥലങ്ങൾ, അതും ഫുൾ മറ്റേ ടൂൾസ്, ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്. ആയുധങ്ങൾ പറഞ്ഞാൽ തോക്ക്, മഴു, പാത്രം, അവിടെ കിട്ടുന്ന പിഞ്ഞാണം, എല്ലാ ആയുധങ്ങളാണ്. കയ്യിൽ കിട്ടിയതൊക്കെ ആയുധങ്ങളാണ്. അതേപോലെ ഈ സിനിമയുടെ അവസാനം നമ്മൾ ഈ ചെമ്പു ഇരുമ്പൊക്കെ വിളക്കാൻ ഉപയോഗിക്കുന്ന ബ്ലോ ലാമ്പില്ലേ, അതിന്ന് തീ ഇങ്ങനെ തുപ്പില്ലേ, അതുപോലത്തെ ഒരു തോക്ക് പോലത്തെ ഒരു സാധനം കൊണ്ടുവരുന്നുണ്ട് സിനിമയുടെ ക്ലൈമാക്സിൽ. ഒന്നും പറയാനില്ല, അത് വെച്ചിട്ടുള്ള തീ തുപ്പി കളി. അപ്പോൾ ഈ ടൂൾസുകളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്ന ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജോയൽ ജെ റിച്ചാർഡാണ്. എന്താ BGM എന്നറിയോ? ഗൺ ഷൂട്ടിനൊക്കെ വരുന്ന BGM ഉണ്ടല്ലോ, ടബേ ടബേ എന്നുള്ള, അത് തന്നെ മതി, അതന്നെ ഒരു മുതലാണ്. പിന്നെ മാത്രമല്ല, ഇതിൽ ഞാൻ പറഞ്ഞ ഓരോ ടൂൾസുകൾ ഉപയോഗിക്കുമ്പോഴും അതിൻ്റേതായ ആ ഒരു BGM കൊടുത്തിട്ടുണ്ട്. ആ അവസാനം മറ്റേ തീ തുപ്പുന്ന സാധനമൊക്കെ കൊണ്ടുവരുമ്പോഴൊക്കെ ഉള്ള BGM ഒക്കെ ഗംഭീരമായിട്ടുണ്ട്. സിനിമയിൽ ഉപയോഗിക്കാത്ത ടൂൾസൊന്നുമില്ല, സ്ഫോടനങ്ങളും കാര്യങ്ങളും. ഇതിൻ്റെ ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ലെൻ വൈസ്മാൻ ആണ്. ഇദ്ദേഹം ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരിക്കുന്നത് ആക്ഷൻ എങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കാം എന്നുള്ളതാണ്. ആ കാര്യത്തിൽ അങ്ങേര് 100% വിജയിച്ചിട്ടുണ്ട്. എങ്ങനെയൊക്കെ പ്രേക്ഷകരെ ഹരം കൊള്ളിക്കാമോ ആ രീതിയിൽ ലെൻ വൈസ്മാൻ ഈ സിനിമയ്ക്ക് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കഥ എഴുതിയിരിക്കുന്നത് ഷേ ഹാറ്റനാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ 2 ഫ്രാഞ്ചൈസികളുടെ ഇടയിൽ വരുന്ന ഒരു സംഭവമായിട്ട് ഇതിൽ എഴുതിയിരിക്കുകയാണ് ഷേ ഹാറ്റൻ ഈ കഥ. അപ്പോൾ പൊളിച്ചൊരു സാധനം തന്നെയാണ് കേട്ടോ. പിന്നെ ഈ സിനിമയിൽ വേണ്ടാത്ത സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇംഗ്ലീഷ് സിനിമകളിൽ വരുന്ന സംഭവങ്ങളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ സിനിമ നിങ്ങൾ ഫാമിലി ആയിട്ട് ഹോളിവുഡ് മൂവികൾ കാണാൻ പോകുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ അഭിപ്രായത്തിൽ
ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. നല്ലൊരു ദൃശ്യവിസ്മയം തന്നെ ഇതിലെ കഥാപാത്രങ്ങളും ഡയറക്ടറും അതേപോലെ മ്യൂസിക് കൊടുത്ത് ജോയൽ ജെ റിച്ചാർഡും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ OTTയിലൊക്കെ വരട്ടെ, കാണാമെന്ന് കാത്തിരിക്കാതെ ഫാമിലിയായിട്ട് പോകാൻ താല്പര്യമുള്ളവരായാലും പിന്നെ ഒറ്റയ്ക്ക് പോകാൻ താല്പര്യമുള്ളവരായാലും തിയേറ്ററിൽ തന്നെ പോയി കാണുക. തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒന്നും പറയാനില്ല, അമ്മാതിരി പടമാണ് ബാലറീന. പക്ഷേ ഈ സിനിമയ്ക്ക് ഞാൻ പോയപ്പോൾ തിയേറ്ററിൽ ആളേയില്ല. ആകെ ഒരു 4 പേരെങ്ങാണ്ട് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു 2-3 പേര് കൂടി ആയാലേ ഇവിടെയൊക്കെ സിനിമ ഓടിക്കുള്ളൂ. മിനിമം അത്ര പേരെങ്കിലും വേണം. അപ്പോൾ കാത്തിരുന്ന അവസാനം ഒരു 2 ആൾ കൂടി വന്നപ്പോഴാണ് ഈ സിനിമ അവർ ഇട്ടത്. പക്ഷേ പൊളിച്ച സിനിമയാണ്. ധൈര്യമായിട്ട് പോയിട്ട് നിങ്ങൾക്ക് ഈ സിനിമയ്ക്കായിട്ട് ടിക്കറ്റ് എടുക്കാം. പിന്നെ ഹോളിവുഡ് മൂവികളിൽ പൊതുവെ കുറേ നേരം അവരുടെ സംസാരമായിരിക്കും. അത് പലർക്കും വെറുപ്പിക്കൽസ് ആയിട്ടാണ് തോന്നുക. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാം, ഇത് കഴിഞ്ഞാൽ മറ്റേത് വരും, മറ്റേ സംഭവം വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കും. കാരണം അവിടുന്ന് അങ്ങോട്ട് ആ ഒരു സംസാരം കഴിഞ്ഞാൽ പിന്നെ സംസാരമല്ല, അടി തന്നെ ആയിരിക്കും, ആക്ഷൻ തന്നെ ആയിരിക്കും, ഗ്രാഫിക്സ് തന്നെ ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വേറെ ഏതോ ഗ്രഹത്തിൽ പോയിട്ട് ഇരിക്കുന്ന ഒരു ഫീലിംഗ് ഹോളിവുഡ് മൂവികൾ തരാറുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഈ സിനിമയിൽ അങ്ങനെയല്ല കേട്ടോ. ഈ സിനിമ തുടങ്ങുന്നത് മുതലേ ആക്ഷനാണ്. അതിനുശേഷം ഇടയ്ക്ക് ഇവരുടെ സംസാരം, അതായത് ഈ കഥയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ പറയുമല്ലോ, അത് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ആക്ഷനാണ്. അപ്പോൾ ഇതിൽ ആക്ഷൻ എവിടെയും നിൽക്കുന്നില്ല, ഇടയ്ക്ക് മാത്രം കുറച്ച് സംസാരിക്കുന്നു എന്നല്ലാതെ സിനിമ മുഴുവൻ ആക്ഷനാണ്. ഒരു ലേഡിയുടെ താണ്ഡവമാണ്. അനാഡി ആമാസ് അവർ തന്നെയാണ് ഈ സിനിമയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറും കേട്ടോ. അതേപോലെ കിനു റീവ്സ്, ജോൺ വിക്ക് കഥാപാത്രം ചെയ്യുന്ന കിനു റീവ്സും ഈ സിനിമയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സാണ്. എല്ലാവരും കൂടി ഒരു നല്ലൊരു സംഭവം തന്നിരിക്കുകയാണ്.